ഹായ് കൂട്ടുകാരെ, ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് കറിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്നോർത്ത് തക്കാളി ചമ്മന്തി, തക്കാളിക്കറി എന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. പലവരും പല രീതിയിലാണെന്ന് മാത്രം. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വേപ്പില. അത് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരണം. തക്കാളി നല്ലോണം ഉടഞ്ഞ് വന്നാലേ ഈ തക്കാളി ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങൾ പറയുന്നത് തക്കാളി ചമ്മന്തി എന്നാണ്, പലവരും പല പേരാണ് ഇതിന് പറയണം. അങ്ങനെ തക്കാളി ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ചോറിന് കഴിക്കാട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചോറിന് മാത്രമല്ല, പൊറോട്ടക്ക്, ഇടിയപ്പത്തിന്, പത്തിരിക്ക്, ചപ്പാത്തിക്ക്, പുട്ടിന് അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.